2006 സെപ്റ്റംബറിൽ ഞങ്ങൾ നൽകിയ ആദരവ്, അതായത് ദുബായ് വാർത്തയുടെ മാതൃസ്ഥാപനമായ ഏഷ്യ വിഷൻ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഒരു പുരസ്കാര ചടങ്ങാണ് മൂവി അവാർഡ്. അന്ന് അതിൻ്റെ പേര് എവർ ബെസ്റ്റ് മൂവി അവാർഡ് എന്നാണ്. അതിൽ മലയാള സിനിമയുടെ അന്നത്തെ 78 വർഷം കംപ്ലീറ്റ് ആവുന്ന സമയമാണ്. ആ സമയത്തുള്ള ഏറ്റവും മികച്ച ഗായിക ആരെന്ന് നമ്മൾ ആൾക്കാരോട് 2-3 മാസമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന മത്സരത്തിന്റെ ഒടുവിൽ എസ് ജാനകി അമ്മ എന്ന ഒരൊറ്റ പേര് തെളിഞ്ഞു വന്നപ്പോൾ ആദരവിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നു. ദുബായ് അൽനാസർ ലെഷ്ലാൻഡിൽ ആ വേദിയിൽ ഒരു 4000 പേർക്ക് അകത്തിരിക്കാമെങ്കിൽ ഒരു 10,000 പേർ പുറത്തു വന്ന് തിങ്ങി നിന്ന ആ വേദിയിൽ വെച്ച് ആ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ട് ജാനകി അമ്മ ഒന്ന് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗാനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പാടാൻ തുടങ്ങിയപ്പോൾ ശ്രീ മമ്മൂട്ടി, ശ്രീ യേശുദാസ് ഫ്രണ്ടിൽ ഇരുന്നിട്ട് അവർ എണീറ്റ് നിന്ന് ജനങ്ങളോട് പറയുകയാണ്, എണീറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കുമെന്ന അർത്ഥത്തിൽ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് ആ 4000 ആളുകളും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച മുഹൂർത്തമുണ്ടല്ലോ, ഞങ്ങൾക്ക് മറക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ മുഹൂർത്തം. അതായത് ജാനകിയമ്മ പാടിത്തുടങ്ങിയത് 1957 ജാനകിയമ്മ പാടിത്തുടങ്ങിയ ആ പാട്ട് മുതൽ അന്ന്, അതായത് അവാർഡ് കൊടുക്കുന്നതിന് തൊട്ട് തലേ ആഴ്ച റിലീസായ ചാന്ത് പൊട്ടുന്ന സിനിമയിലെ ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അതുവരെ ജാനകിയമ്മ കടന്നുപോയ വർഷങ്ങളിലെല്ലാം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓരോ പാട്ടുകളും പാടിയിട്ടാണ് ആ വേദിയിൽ വന്നത്. ആ സമയത്ത് ആദ്യം എണീറ്റത് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ദാസേട്ടൻ, യേശുദാസ്, അദ്ദേഹമാണ് എണീറ്റ് നിന്നിട്ട് എല്ലാവരോടും പറയുന്നത്, എണീറ്റ് നിൽക്കൂ എല്ലാവരും, ഈ ഒരു ഉപഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു അവാർഡ് കൊടുക്കുന്നതിലപ്പുറം വലിയ ഒരു കാര്യമാണ് അന്ന് ആ സ്റ്റേജിൽ അരങ്ങേറിയത്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ശരിക്കും രോമാഞ്ചം ഉണ്ടാവുകയാണ്. അന്ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി 8-10 ക്യാമറകളിൽ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വരി ജാനകി അമ്മ പാടുമ്പോഴും മമ്മൂട്ടി അവിടെ ഇരുന്നുകൊണ്ട് അത് പാടിക്കൊണ്ട്, സാധാരണ അങ്ങനെയൊന്നും അന്ന് ഈ 2006 സമയത്തൊന്നും അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല. പക്ഷെ മമ്മൂട്ടി മൊത്തം ആസ്വദിച്ചുകൊണ്ട് ഏറ്റുപാടുകയും ഞങ്ങളെ പിന്നീട് വന്ന് നിങ്ങൾ ജാനകി അമ്മയെ ഈ വേദിയിൽ കൊണ്ടുവന്നത് വളരെ നല്ല കാര്യമായി എന്ന് പറയുകയും ഒക്കെ ചെയ്ത മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യ മുഹൂർത്തങ്ങൾ. കഴിഞ്ഞ 6 പതിറ്റാണ്ടിലധികമായി സംഗീത സഭരയിൽ ആന്ധ്രാപ്രദേശിൽ ജനിച്ചു, തമിഴ് ഗാനത്തിലൂടെ സിനിമാ രംഗത്ത് വന്നു, കന്നഡയിലും മലയാളത്തിലുമായി ഒരുപാട് ഗാനങ്ങൾ, എല്ലാം കൂടി നോക്കുമ്പോൾ 1,50,000-ലധികം ഗാനങ്ങൾ എന്നാണ് ഇപ്പോൾ കണക്ക് പറയുന്നത്. അങ്ങനത്തെ ജാനകി അമ്മയെ ഏറ്റവും മികച്ച മലയാള ഗായിക എന്ന അർത്ഥത്തിൽ കൊണ്ടുവന്ന് ആദരിക്കാൻ ഏഷ്യ വിഷന് കഴിഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. ഇന്നിപ്പോൾ നമ്മളിതാ ദുബായ് വാർത്തയുടെ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മളെല്ലാവരും, അവതാരകരും നമ്മുടെ ജീവനക്കാരെല്ലാവരും 10-25 പേർ ഒന്നിച്ചു കൂടുന്ന ഒരു ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ഈ വേർപാടിന്റെ വാർത്ത നമ്മൾ അറിയുന്നത്. ജാനകിയമ്മ പാടിയിട്ടുള്ള ഒരു പാട്ട് പോലും നമുക്ക് വെറുതെ ഒന്ന് കേട്ട് കളയാൻ തോന്നാറില്ല. അത്രയ്ക്കും ഓരോ പാട്ടിനും അതിൻ്റെതായിട്ടുള്ള ഡൈനാമിക്സ്, വേറൊരാൾക്കും ഇനി അത് അതേപോലെ പാടാൻ പറ്റാത്ത രീതിയിലാണ് ജാനകിയമ്മ പാടി വെച്ചിരിക്കുന്നത്. അത് ഏത് മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ടുകൾ എടുത്തു നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. നമുക്ക് തിരിച്ചതൊന്നും അതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ ഒരു സിംഗറിനും പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഡൈനാമിക്സ് അത്ര മാത്രമാണ്. ഇപ്പോൾ ജാനകിയമ്മയുടെ ഗാനത്തിന്റെ സവിശേഷത മലയാളികളെ ഇത്രയും കാലം അതിങ്ങനെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോയത്, കിട്ടിയ ദേശീയ പുരസ്കാരങ്ങൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ, ഇതൊന്നും ഒരു സർട്ടിഫിക്കറ്റായി നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ സിംപ്ലിസിറ്റി, ആ ലാളിത്യം എന്താണ്? ഇങ്ങനെ പരമോന്നതിയിലായിട്ട് പോപ്പുലാരിറ്റി നിൽക്കുമ്പോഴും 68-ാം വയസ്സിൽ നമ്മുടെ വന്നിട്ട് ഏറ്റവും ലളിതമായ ഒരു ഹോട്ടൽ മതി താമസിക്കാൻ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ. അത് ഓരോ ദിവസവും എന്നെ വിളിച്ചിട്ട് പറയും, മോളെ എനിക്ക് ഇന്ന ഭക്ഷണം മതി, എനിക്ക് ഒരുപാടൊന്നും വേണ്ട, എനിക്ക് രാവിലെ കുറച്ച് ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ദോശ, അത്രയും മാത്രം മതി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. ഇത്രയും ഒരു വലിയ ഗായിക നമ്മളോട് ഇത്രയും കാര്യമായിട്ട് സംസാരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്കൊക്കെ അന്ന് അത്ഭുതമായിരുന്നു. അത് മാത്രമല്ല, ജാനകി അമ്മയുടെ പാട്ടുകള് കൊച്ചു കുട്ടികളുടെ ശബ്ദത്തില്, അത് ഒരുപക്ഷെ നമ്മൾ മലയാളികൾ ആദ്യമായിട്ടായിരിക്കും അത്രയും വലിയ ഒരു സിംഗർ അങ്ങനെ ഒരു ശബ്ദത്തിൽ പാടുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായ ആൾക്കാരുടെ വരെയുള്ള ശബ്ദത്തിൽ പാടാൻ അത് ജാനകി അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ഈ മീഡിയ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല, ഇവന്റിന്റെ ഓർഗനൈസർ എന്ന രൂപത്തിൽ കൂടി ചിന്തിക്കുമ്പോൾ ഇത്രയും നമുക്ക് ഒരു ഭാരവും തരാത്ത രീതിയിൽ വന്ന് ഒരു സെലിബ്രിറ്റിയുടെ എല്ലാ പരിവേഷത്തിൽ നിൽക്കുമ്പോഴും ലളിതമായി പെരുമാറുകയും, മകൻ മുരളീകൃഷ്ണനൊപ്പമാണ് അന്ന് വന്നത്, രണ്ടുപേരും ഞങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയും നല്ല രീതിയിൽ നല്ല വാക്കുകൾ കൊണ്ട് മാത്രം ഞങ്ങളോട് സംബന്ധിച്ച് തിരിച്ചു പോവുകയും ചെയ്ത ആ ജാനകി അമ്മയുടെ വേർപാട് അറിയുമ്പോൾ, ഇന്ന് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന, ജാനകി അമ്മയുടെ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഓരോന്നും നമുക്കിങ്ങനെ എപ്പോഴും പാടാൻ തോന്നുന്ന അവസ്ഥ സൃഷ്ടിച്ച ജാനകി അമ്മയുടെ വേർപാട് എല്ലാവർക്കും
ദുഃഖമുളവാക്കുന്ന കാര്യമാണ്. ആ കുടുംബത്തോട് മാത്രമല്ല, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഈ സമയത്ത് ഞങ്ങൾ അനുശോചനം ആത്മാർത്ഥമായി രേഖപ്പെടുത്തുകയാണ്.